മോൾ മോളിക്യൂളിനെ നമുക്ക് 6 തരത്തിൽ കാണിക്കാം. നോക്കൂ, ഇവിടെ 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂൾ എടുത്തു. ഈ ഹൈഡ്രജൻ മോളിക്യൂളിനെ 6 തരത്തിൽ കാണിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് 6.022 × 10⁻23 ഹൈഡ്രജൻ മോളിക്യൂൾ, 2 × 6.022 × 10⁻23 ഹൈഡ്രജൻ മോളിക്യൂൾ. ഇവിടെ 2 വരാനുള്ള കാരണം 2 ഹൈഡ്രജൻ ആറ്റം ചേർന്നതാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ. അത് തന്നെ 2 മോൾ ഹൈഡ്രജൻ ആറ്റം എന്നും നമുക്ക് കാണിക്കാം. ഇനി ഹൈഡ്രജന്റെ മാസ് നമ്പർ 1 ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിന് 1 ഗ്രാം എന്ന കണക്കിൽ 2 ആറ്റത്തിന് 2 × 1 ഗ്രാം ഹൈഡ്രജൻ, അതായത് 2 ഗ്രാം ഹൈഡ്രജൻ 1 മോൾ ഹൈഡ്രജൻ ആ ഗ്രാമിന് തുല്യമാണ്, 1 മോൾ ഹൈഡ്രജൻ ഗ്യാസിന് തുല്യമാണ്. ഇത് തന്നെ STPയിലായതുകൊണ്ട് 22.4 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസിന് തുല്യമാണ്. STPയിൽ 22.4 ലിറ്റർ എന്താണോ ആ ഗ്യാസിനെ 1 മോളാർ മോളിക്യൂൾ എന്നും വിളിക്കുന്നു. അടുത്തതായി 1 മോൾ ഓക്സിജൻ മോളിക്യൂൾ നമുക്ക് എടുക്കാം. ഓക്സിജൻ മോളിക്യൂളിനെ 6 തരത്തിൽ പറയുമ്പോൾ 6.022 × 10⁻23 മോളിക്യൂൾ എന്ന് വിളിക്കാം. അതേസമയം ആറ്റങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ 2 × 6.022 × 10⁻23 എന്നും വിളിക്കാം. കാരണം 2 ഓക്സിജൻ ആറ്റം ചേർന്നതാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ. ഇനി ആറ്റങ്ങളെ മോൾ കണക്ക് പറഞ്ഞാൽ 2 മോൾ ആറ്റം എന്നും വിളിക്കാം. ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ 16 ആയതിനാൽ ഇത് ഗ്രാം കണക്കിൽ പറയുകയാണെങ്കിൽ 2 × 16 ഗ്രാം ഓക്സിജൻ ആണ്. അതായത് 2 ആറ്റത്തിന് 16 ഗ്രാം വെച്ച് ആകെ 32 ഗ്രാം. ഇത് STPയിൽ ആയതിനാൽ ഇതിനെ 22.4 ലിറ്റർ ഓക്സിജൻ ഗ്യാസ് എന്നും വിളിക്കാം. 22.4 ലിറ്റർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1 മോളാർ മോളിക്യൂൾ എന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇത് ഒരു മോളാർ മോളിക്യൂൾ, 1 മോളാർ ഓക്സിജൻ മോളിക്യൂൾ ആണ്. അടുത്തതായി CO2, അതായത് 2 ആറ്റങ്ങൾ ചേർന്നൊരു മോളിക്യൂളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. 1 മോൾ CO2 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6.022 × 10⁻23 CO2 മോളിക്യൂൾ എന്ന് വിളിക്കാം. ഇനി ആറ്റങ്ങളുടെ കണക്ക് പറയുകയാണ്. ഇവിടെ C ഒരെണ്ണവും ഓക്സിജൻ 2 എണ്ണവും, അങ്ങനെ 3 ആറ്റമുണ്ട്. അതുകൊണ്ട് 3 × 6.022 × 10⁻23 ആറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അതായത് ആകെ ആറ്റങ്ങളുടെ എണ്ണം 3 × 6.022 × 10⁻23 ആയതിനാൽ അത് 3 മോൾ ആറ്റങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഇവിടെ കാർബൺ ആറ്റത്തിന്റെ മാസ് 12ഉം ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് 16ഉം ആയതിനാൽ ഗ്രാം കണക്കിൽ പറഞ്ഞാൽ ഒരു കാർബൺ ആറ്റത്തിന് 12 ഗ്രാം കാർബണും, അതുപോലെ ഓക്സിജൻ ആറ്റത്തിന് 16 ഗ്രാം ഓക്സിജൻ, അതായത് 2 × 16 ഗ്രാം, അതായത് 12 ഗ്രാം കാർബണും 32 ഗ്രാം ഓക്സിജനും, മൊത്തം 44 ഗ്രാം CO2 എന്ന് പറയുന്നത് 1 മോൾ CO2 ഗ്യാസിന് തുല്യമായിരിക്കും. ഇനി ഗ്യാസ് ഏതായാലും അത് STPയിലാണ് എങ്കിൽ 1 മോൾ ഗ്യാസ് STPയിൽ 22.4 ലിറ്റർ ആയിരിക്കും. അത് എല്ലാ തവണയും പോലെ തന്നെ 1 മോളാർ മോളിക്യൂൾ CO2 മോളിക്യൂളിന് തുല്യമാണ്. അടുത്തതായി 1 മോൾ H2O വാതകം എടുത്തു നോക്കാം, അതായത് നീരാവി എടുത്തു നോക്കാം. 1 മോൾ ആയതുകൊണ്ട് മോളിക്യൂളുകളുടെ എണ്ണം 6.022 × 10⁻23 ആയിരിക്കും. ആറ്റങ്ങളുടെ എണ്ണം, അതായത് ഹൈഡ്രജൻ 2 എണ്ണം, ഓക്സിജൻ 1 എണ്ണം, അതായത് 3 ആറ്റം വെച്ച് 6.022 × 10⁻23. ഇവിടെയും ആറ്റങ്ങളുടെ മോൾ കണക്ക് പറഞ്ഞാൽ 3 മോൾ ആറ്റങ്ങൾക്ക് തുല്യമാണ്. ഹൈഡ്രജന്റെ മാസ് നമ്പർ 1ഉം ഓക്സിജന്റെ മാസ് നമ്പർ 16ഉം ആയതിനാൽ ഗ്രാം കണക്ക് പറഞ്ഞാൽ 2 എണ്ണം 1 ഗ്രാം ഹൈഡ്രജൻ, അതുപോലെ 1 എണ്ണം 16 ഗ്രാം ഓക്സിജൻ, മൊത്തം 2 ഗ്രാം ഹൈഡ്രജൻ 16 ഗ്രാം ഓക്സിജൻ, അതായത് 18 ഗ്രാം H2O. ഇനി STPയിലുള്ള H2O ആയതിനാൽ അത് 22.4 ലിറ്റർ H2O ആയിരിക്കും. 22.4 ലിറ്റർ ഏത് ഗ്യാസ് ആയാലും അത് 1 മോളാർ ഗ്യാസ് എന്ന് അറിയപ്പെടുന്നു.
ഏതാനും മോളിക്യൂളുകളും അവയുടെ ആറ്റങ്ങളുടെ മാസ് നമ്പറും തന്നിരിക്കുന്നു. കാണിച്ചു തന്നതുപോലെ എഴുതുക. ഓൾ ദ ബെസ്റ്റ്.